ഡോക്ടർ പി കെ ഗോപൻ, അപ്പോൾ അങ്ങ് അന്താരാഷ്ട്ര തലത്തിൽ ഖ്യാതിയുള്ള ഒരു സർക്കാർ അതിന് അനുകൂലമായ വിധിയെഴുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഞങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ളതാണ് UDF വ്യക്തമാക്കുകയും ചെയ്ത് കേട്ടിട്ടുണ്ടായിരിക്കും. നോക്കൂ, ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ, ഞാൻ തിരുവനന്തപുരം നേരത്തെ സംസാരിച്ചതുകൊണ്ട് പറഞ്ഞതാണ്, കൊല്ലം കോർപ്പറേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. പതിറ്റാണ്ടുകൾ കോട്ടയായിരുന്ന ഇടത്ത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത തിരിച്ചടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. പാറ്റേൺ വ്യത്യസ്തമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും മാറ്റിക്കുത്താൻ ജനം തയ്യാറായി എന്നുള്ളതാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കുത്തി ശീലിച്ച മനുഷ്യരുടെ ഒരു ശീലം അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, അങ്ങയുടെ സ്ഥലം കൂടിയാണല്ലോ. മാറ്റിക്കുത്താൻ ജനം തയ്യാറാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ കൊല്ലത്ത് നിന്ന്? ആ പാറ്റേൺ തുടരും എന്നത് വിചാരിക്കുന്നുണ്ടോ, അതോ അതിനെ അതിജീവിക്കാൻ ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട് സാധിക്കുമോ? എങ്ങനെ? ശ്രീമാത മാധു, അങ്ങ് പറഞ്ഞ കൊല്ലം കോർപ്പറേഷൻ തന്നെ എടുത്താൽ കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ LDFന് ഭൂരിപക്ഷമാണ് ഇപ്പോഴും. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നോക്കിയപ്പോൾ കൊല്ലം കോർപ്പറേഷൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ആ നഷ്ടപ്പെട്ടത് അംഗീകരിച്ചാൽ മതിയാവും. സാമാന്യം മോശമല്ലാത്തൊരു തോൽവി ഞങ്ങൾക്ക് കൊല്ലം കോർപ്പറേഷനുണ്ടായി. പിന്നെ കൊല്ലത്ത് മുനിസിപ്പാലിറ്റി നേരത്തെ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ അതിനുശേഷമാണ് കോൺഗ്രസിൻ്റെ ഭരണം കിട്ടാതിരുന്നത്. അപ്പോൾ കൊല്ലം കോർപ്പറേഷൻ UDFന് കിട്ടുമ്പോൾ തന്നെ കൊല്ലം അസംബ്ലി മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ LDF കൂടുതലാണ്. അതുകൊണ്ട് ഈ കോർപ്പറേഷൻ്റെ വെച്ചുകൊണ്ട് നമുക്ക് അസംബ്ലി ഇലക്ഷനെ നമുക്ക് അളക്കേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്, ഇവിടെ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചാണ് രണ്ടുപേരും പറഞ്ഞത്. ഈ കനകോലു എന്ന് പറയുന്ന ആള് ആദ്യം BJPയുടെ ഇലക്ഷൻ പ്രൊപ്പഗൻഡ നിശ്ചയിച്ച ആളാണ്. വലിയ പൈസ കൊടുത്തിട്ടാണ് അങ്ങോട്ടൊരു ഏജൻസിയെ നിശ്ചയിച്ചത്. അത് കോൺഗ്രസ് റാഞ്ചി എടുത്തിട്ടാണ് കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കനകോലുവിനെ പെട്ടെന്ന് AICC മെമ്പറാക്കുകയാണ്. AICC മെമ്പറാക്കി ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം വയനാട്ടിൽ കൊടുത്ത റിപ്പോർട്ട് എന്താ? നിങ്ങൾ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതല്ലേ? അദ്ദേഹം പറഞ്ഞതാണ് ഭരണവിരുദ്ധ വികാരമില്ല. അതല്ല ഇപ്പം UDFന് കിട്ടിയ വോട്ട് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇനി ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനി മാർക്കറ്റിൽ ഉൽപ്പന്നം ഇറക്കും. ആ ഉൽപ്പന്നത്തിന് പരസ്യവാചകം എഴുതി കൊടുക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, ഇതെല്ലാം കോർപ്പറേറ്റുകളുടെ പൊതു സ്വഭാവമാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങൾക്ക് ആവശ്യം എന്താണ്, അവർക്ക് വേണ്ടുന്ന എന്താണ്, അവരുടെ പുരോഗതിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് പഠിച്ചിട്ടാണ് മുദ്രാവാക്യം സ്വരൂപിക്കുന്നതും പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും. ഇവിടെ കോൺഗ്രസ് ചെയ്യുന്നത് കനകോലു എന്ന് പറയുന്ന ഒരു ബഹിരാഷ്ട്ര കമ്പനിയുടെ ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളെ കേരളം പോലെ കോൺഗ്രസിൻ്റെ എത്രയോ മഹാരഥകളായിട്ടുള്ള നേതാക്കന്മാരുണ്ടായ ഒരു സ്ഥലമാണ് കേരളത്തിൽ കോൺഗ്രസ്സിന്. കാരണം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് കോൺഗ്രസ്സിന് നല്ല സുന്ദരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആശയ വ്യക്തതയുള്ള ഒരുപാട് ലീഡർഷിപ്പ് കോൺഗ്രസ്സിലൂടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇപ്പോഴും കോൺഗ്രസ്സിനകത്ത് അത്ര ആ നിരയിൽപ്പെട്ട ആളുകളില്ലെങ്കിലും അപൂർവം ചിലരെങ്കിലും കോൺഗ്രസ്സിന് നല്ല മികച്ച നേതാക്കന്മാർ കേരളത്തിൽ കോൺഗ്രസ്സിനുണ്ട്. അത്തരം ആളുകൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും വലിയ തോതിൽ ഈ 7 സ്റ്റാർ റിസോർട്ടിലാണ് ഇപ്പോൾ ഈ സമ്മേളനം ചേർന്നത്. അതായത് ഒരു മുറിക്ക് 40,000 രൂപ വരെ ദിവസ വാടകയുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ സമ്മേളനം ചേരുന്നത്. അതും കനകോലുവിൻ്റെ പ്രദേശമായിരിക്കും. അങ്ങനെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ ലക്ഷ്യം എന്ന് പറയുന്ന ശില്പശാലയിൽ അവിടെ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും കനകോലുവിൻ്റെ സഹായം വേണം. അതായത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് ബദലായി കനകോലുവിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് പറഞ്ഞ ഇദ്ദേഹമാണ്. ഞങ്ങളല്ല പറഞ്ഞത്, ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനകത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് അവരെ അദ്ദേഹം പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടും അതുപോലെ തന്നെ അതിനകത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ട് നോക്കിയാൽ മതി ശ്രീമതി മാധു. ഇപ്പം BJPയുടെ ശ്രീ ജയചന്ദ്രൻ ചേട്ടൻ അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് കഴിഞ്ഞതിനേക്കാൾ മെച്ചമാണ് ഉണ്ടായെന്നാണ്. അവർക്ക് 3 ജില്ലാ പഞ്ചായത്ത് സീറ്റുണ്ടായിരുന്നു കേരളത്തിൽ നിലവിൽ, അതിപ്പോൾ 1 ചുരുക്കി. അവർക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം പോലും ലഭിച്ചിട്ടില്ല. അവർക്ക് ഉണ്ടായിരുന്നതിൽ കുറവാണ് ഉണ്ടായത്. പക്ഷെ തിരുവനന്തപുരത്ത് ഉണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരത്തുണ്ടായ ഈ മെച്ചം വെച്ചിട്ടാണ് അവർ മറ്റുള്ളതിനെ എല്ലാം അളക്കുന്നതെങ്കിൽ 25% വോട്ട് പിടിക്കാൻ ശ്രീമാൻ
അമിത്ഷാ അവരോട് ആവശ്യപ്പെട്ടിട്ട് അവർ അതിനേക്കാൾ താഴെ വോട്ടിലാണ് നിൽക്കുന്നത്. ഇനി മാധു ചോദിച്ച ഒരു ചോദ്യം കൂടിയുണ്ട് ഇടയ്ക്ക് BJP സുഹൃത്തിനോട്. 35 സീറ്റിന്റെ സുരേന്ദ്രന്റെ കഥ. ആ 35 സീറ്റിന്റെ കഥ അദ്ദേഹം പറഞ്ഞത് മാധു പറഞ്ഞ പശ്ചാത്തലത്തിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് സഖ്യം ഉണ്ടാക്കാനല്ല, അത് വിലക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരെല്ലാ സ്റ്റേറ്റിലും കുറച്ച് MP-മാരെ MLA-മാരെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി കോൺഗ്രസ് ഏൽപ്പിച്ചു കൊടുക്കും. പൈസ കൊടുത്തേച്ചാൽ മതി, വലിയ തോതിൽ പൈസ കൊടുത്താൽ മതി. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ശ്രീ ലിജുവിൻ്റെ വർത്തമാനത്തിനിടയിൽ അദ്ദേഹം വൈവിധ്യമാർന്ന നേതൃത്വ നിരയുണ്ട് എന്ന് പറഞ്ഞു. കേരളം പേടിക്കുന്ന ഒരു കാര്യം അതാ ശ്രീമതി മാധു. ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 5 വർഷം ഭരിക്കാൻ അദ്ദേഹത്തെ കോൺഗ്രസ് അനുവദിച്ചായിരുന്നോ? ശ്രീ AK ആന്റണി ഭരിക്കുമ്പോൾ 5 വർഷം ഭരിക്കാൻ അദ്ദേഹത്തെ കോൺഗ്രസ് അനുവദിച്ചോ? ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ അദ്ദേഹത്തെ ഭരിക്കാൻ അനുവദിച്ചോ? പ്രതിച്ഛായ ചർച്ച, മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി, കേന്ദ്രത്തിൽ നിന്ന് ആൾ വരുന്നു, മറ്റേത് വരുന്നു, മറിച്ചേത് വരുന്നു, എന്നിട്ട് 5 വർഷം ഭരിക്കാൻ ഒരു മുഖ്യമന്ത്രി അനുവദിക്കില്ല. അടുത്ത മുഖ്യമന്ത്രി ശ്രീ കരുണാകരനെ ഇറക്കി ശ്രീമാൻ ആന്റണി വന്നു, ആന്റണി ഇറക്കി ഉമ്മൻചാണ്ടി വന്നു, ഉമ്മൻചാണ്ടി ഇറക്കാൻ സമരം നടത്തി, അവസാനം 2ാം മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞിട്ട് മന്ത്രിസഭയിലെ സെക്കൻഡ് ചീഫ് എന്ന് പറയുന്ന പദവി മേടിച്ചെടുത്തു. അതുപോലെ മുസ്ലിം ലീഗ് 5ാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വഴക്കുണ്ടാക്കി, സാമുദായിക സംഘടനകളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി, അവർ ആവശ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള കലാപങ്ങൾ വല്ലോ 9.5 വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ടോ? നിശ്ചയദാർഢ്യമുള്ള, വിൽപവറുള്ള, കേരളത്തെ നയിക്കാൻ ശേഷിയുള്ള ഒരു നേതൃത്വ നിര അവിടെ എല്ലാവർക്കും പരിഗണനയുണ്ട്. സാമൂഹ്യപരമായി നോക്കിയ എല്ലാ ആളുകൾക്കും പരിഗണനയുണ്ട്. പക്ഷേ സമുദായത്തിന്റെ കീഴ്പ്പടിക്ക് നിന്നുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്